ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സേതുമാധവന്റെ വീട്ടിലേക്ക് എത്തി എല്ലാവരും ആഘോഷപൂർവ്വം ആതിരയുടെ സീമന്ത ചടങ്ങ് നടത്തുകയും അതോടൊപ്പം അവന്തിക ഗർഭിണിയായതിന്റെ സന്തോഷം അവിടെ പങ്കുവെക്കുകയും ചെയ്യുന്നു. അങ്ങനെ നെല്ലിശ്ശേരി കുടുംബത്തിലുള്ളവരും വൃന്ദാവനത്തിലുള്ളവരും എല്ലാം ഒത്തുചേർന്ന് ആ സീമന്ത ചടങ്ങ് വലിയൊരു ആഘോഷമാക്കി മാറ്റുകയാണ്. അവന്തികയെയും ഒപ്പം ആതിരയെയും അണിയിച്ചൊരുക്കി അവരെ രണ്ടുപേരെയും ആ സെറ്റിയിൽ ഇരുത്തുകയും അവർക്ക് മുന്നിൽ വളരെ മധുര മധുരമേറിയ മധുര പലഹാരങ്ങൾ എല്ലാം നിരത്തി വെച്ച് അവർക്ക് സന്തോഷം നിറയത്തക്ക രീതിയിൽ അവരുടെ മനസ്സും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടി എല്ലാവരും അത്രത്തോളം ആർഭാടകരമായി അവരുടെ സീമന്ത ചടങ്ങ്, പ്രത്യേകിച്ച് ആതിരയുടെ സീമന്ത ചടങ്ങ് നടത്തുന്നു. ആ സമയത്ത് അർച്ചനയും മറ്റുള്ളവരും കൃത്യമായി അവന്തിയുടെ ലക്ഷ്യം അറിയാവുന്നത് കൊണ്ട് അർച്ചനയും മീരയും ആതിരയെ ഒരു രീതിയിലും അവന്തിക അപായപ്പെടുത്താതിരിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും നടക്കുന്നു. ഈ സമയത്ത് ആതിരയ്ക്ക് മധുരം നുണയാനായി ഓരോരുത്തരും വന്ന് മധുരം ആതിരയ്ക്ക് കൊടുക്കുന്നതോടൊപ്പം തന്നെ തൊട്ടരികിലിരിക്കുന്ന അവന്തികയ്ക്കും മധുരം സമ്മാനിക്കുന്നു. ഈ സമയത്ത് അവന്തികയുടെ കുഞ്ഞിന്റെ അച്ഛനായ ധനുഷ് ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും അവന്തികയെ ഈ ഒരു അവസരത്തിൽ സന്തോഷവതിയായി കണ്ടതിന്റെ സന്തോഷത്തിൽ ധനുഷും അവർക്കൊപ്പം ചേർന്ന് അവന്തികയ്ക്ക് മധുരം നൽകുന്നു. അങ്ങനെ ആ ഒരു ആഘോഷം വളരെ ഗംഭീരമായി അവർ പൂർത്തിയാക്കി കഴിയുമ്പോൾ വൃന്ദാവനത്തിലെ എല്ലാവരും തിരിച്ചു പോകാനായി യാത്ര പറയാനായി നിൽക്കുന്ന നേരത്തെ സേതുമാധവൻ ദയാനന്ദ മാഷിനോടും കമലടത്തിയോടും പറഞ്ഞു, നിങ്ങൾക്ക് വിഷമമുണ്ടാകുമെന്ന് എനിക്കറിയാം. 7-ാം മാസത്തിലെ ചടങ്ങ്, ഇങ്ങനെ ഒരു സീമന്ത ചടങ്ങ് നടക്കുന്നതിന് ശേഷം പെൺകുട്ടിയെയും വിളിച്ചുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്ന ചടങ്ങാണ് എല്ലായിടത്തും നടക്കുന്നത്. പക്ഷെ ഇവിടെ ഞാൻ അതിന് സമ്മതിക്കാത്തത് മറ്റൊരു കാരണത്താലാണ്. കാരണം ഇവിടെ വെച്ച് തന്നെ വേണം ആതിരയും അവന്തികയും കുഞ്ഞിന് ജന്മം നൽകാൻ എന്നൊരു മോഹം എനിക്ക് മനസ്സിൽ തോന്നി. അതുകൊണ്ടാണ്. അത് മാത്രമല്ല, ഇവർ രണ്ടുപേരും എപ്പോഴും ഈ വീട്ടിൽ തന്നെ ഉണ്ടാകണമെന്നും ഒരു ആഗ്രഹം. അതിനാലാണ് ആതിരയെ നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്നതിൽ നിന്ന് തൽക്കാലം പിന്മാറണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതെന്ന് സേതുമാധവൻ അറിയിച്ചു. അത് കേട്ടതും ദയാനന്ദ മാഷ പറഞ്ഞു, സേതുവിന്റെ ഈ ആഗ്രഹത്തോട് ഞാൻ എതിർക്കുന്നൊന്നുമില്ല. ഞങ്ങൾക്ക് യാതൊരു വിഷമവുമില്ല. പിന്നെ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം മോൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അവളെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ ഇവിടെ ഒത്തിരി ആളുകളുണ്ടല്ലോ. ഞങ്ങളെക്കാളും കൂടുതൽ സംരക്ഷണവും കൂടുതൽ കെയറിങ്ങും ഇവിടെ എല്ലാവരും മോൾക്ക് നൽകുമെന്നറിയാം. അതുകൊണ്ട് തന്നെ ആതിര ഇവിടെ നിന്നോട്ടെ, ഞങ്ങൾക്കതിൽ വിരോധമില്ല എന്ന് ദയാനന്ദ മാഷ് അറിയിച്ചു. ഞങ്ങളെക്കാളേറെ കൃത്യമായി തന്നെ നിങ്ങൾ അവളെ നോക്കുമെന്ന് എനിക്കറിയാമെന്ന് ദയാനന്ദ മാഷ് പറയുന്നത് കേട്ട് നന്ദേട്ടൻ പറഞ്ഞു, അച്ഛാ, മാഷ് പറയുന്നതെല്ലാം ഞാൻ കേട്ടു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അച്ഛനോട് പറയുന്നത്. അവർക്ക് ഇതിൽ യാതൊരു വിരോധമായ എതിർപ്പോ ഇല്ലെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അച്ഛാ, ഇങ്ങനെ ഒരു 7-ാം മാസത്തെ ചടങ്ങ് സാധാരണയായി ഈ നാട്ടിൽ നടക്കാറുള്ളത് ആ പെൺകുട്ടിയെ അവരുടെ വീട്ടുകാർ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതാണ്. അത് അവരുടെ അവകാശമാണ്. അതുകൊണ്ട് അച്ഛാ, തൽക്കാലം നമ്മുടെ ആഗ്രഹം പറഞ്ഞ് അവരുടെ ആ അവകാശത്തെ നമ്മളായിട്ട് ഇല്ലാതാക്കുന്നത് ശരിയാണോ എന്ന് സേതുമാധവനോട് നന്ദൻ ചോദിക്കുമ്പോ ഉടനെ അവന്തിക അതിനിടയിൽ കയറി പറഞ്ഞു, നന്ദേട്ടൻ എന്താ ഈ പറയുന്നത്? ആതിര ഇവിടെ തന്നെ നിൽക്കട്ടെ. അച്ഛൻ പറഞ്ഞതുപോലെ ആതിര ഇവിടെ നിൽക്കുന്നതല്ലേ എന്തുകൊണ്ടും നല്ലത്. പെട്ടെന്ന് എന്താവശ്യമുണ്ടായാലും നമുക്ക് ആതിരയെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും കഴിയുമല്ലോ. അത് മാത്രമല്ല, അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ അച്ഛന്റെ പേരക്കുട്ടിയെ അച്ഛനെ നേരിട്ട് കാണണമെന്നുള്ളത്, ആദ്യം അച്ഛനെ കാണണമെന്നുള്ളതും. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ നിൽക്കുന്നതാണ് നല്ലത്. അതില് വിഷമമോ വിരോധമോ ഒന്നും തന്നെ ഇല്ലെന്ന് മാഷു ഇപ്പൊ പറഞ്ഞല്ലോ. പിന്നെ നന്ദേട്ടൻ എന്താ പ്രശ്നം? നന്ദേട്ടൻ അതിൽ കൂടുതൽ അഭിപ്രായം പറയേണ്ടതുണ്ടോ? ഇവിടെ ആർക്കും തന്നെ അതിൽ യാതൊരു വിരോധവും ഇല്ല എന്നെല്ലാം അവന്തിക ഇടയിൽ കയറി സംസാരിക്കുന്നത് കേട്ട് ഉടനെ കമലടുത്തി പറഞ്ഞു, അതെ, എനിക്ക് സേതുവേട്ടൻ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിരോധമൊന്നും വിഷമമൊന്നും ഇല്ല എന്ന് കമലടുത്തി പറയുമ്പോ അർച്ചന അവന്തികയുടെ പെട്ടെന്നുള്ള താല്പര്യവും ആതിര ഈ വീട്ടിൽ തന്നെ നിൽക്കട്ടെ എന്നുള്ള ആവേശത്തോടെയുള്ള അവന്തികയുടെ അഭിപ്രായ പ്രകടനമെല്ലാം കണ്ട് അർച്ചനയും മീരടത്തിയും പരസ്പരം നോക്കുന്നു. മീരടത്തിക്കും അർച്ചനയ്ക്കും കാര്യം മനസ്സിലായി. മീരടത്തിയെ കണ്ണുകൾ കൊണ്ട് അവൾ ഇങ്ങനെ പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് തല കൊണ്ടിങ്ങനെ ഒന്ന് തലകുലുക്കി കാണിച്ച് അർച്ചനയെ അതിന്റെ യഥാർത്ഥ അവന്തികയുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കിയതുപോലെ മീരടത്തി തലകുലുക്കി. അപ്പോഴേക്കും അവന്തിക പറഞ്ഞു, അതെ, ആതിര ഇവിടെ തന്നെ നിൽക്കട്ടെ, അതിന് ആർക്കും എതിരഭിപ്രായമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞതും മീരടത്തി ഉടനെ പറഞ്ഞു, അതേനേ, അതിൽ ആർക്കാ ഇവിടെ എതിരഭിപ്രായമുള്ളത്? ആതിര ഇവിടെ തന്നെ നിന്നോട്ടെ, ഒരു പ്രശ്നവും ഇല്ല. നോക്കാൻ ഞാനിവിടെ ഉണ്ടല്ലോ. പിന്നെ എന്തിനാ അച്ഛനും അമ്മയും പേടിക്കുന്നത്? അത് മാത്രമല്ല,
ആതിര കുഞ്ഞിനെ പ്രസവിച്ച് ആതിരയുടെ കുഞ്ഞിനെ അവന്തികയുടെ കയ്യിലേക്ക് വെച്ച് തന്നിട്ടേ ഈ മീര ഇവിടെ നിന്ന് പോകൂ, അത് പറഞ്ഞാ അവന്തിക്ക് വിഷമിക്കുകയൊന്നും വേണ്ട എന്ന് മീരടുത്ത് ഈ കൃത്യമായിട്ടുള്ള മറുപടി അവന്തികയ്ക്ക് നൽകുന്നത് കേട്ട് ഉടനെ അങ്ങനെ ഒരു മറുപടി അവന്തിക ഒട്ടും പ്രതീക്ഷിക്കാത്തതുപോലെ അവന്തിക തനിക്ക് പെട്ടെന്ന് നനച്ചിരിക്കാതെ ഒരടി കിട്ടിയതുപോലെ അവന്തിക അങ്ങനെ നിന്നു. ഉടനെ തന്നെ ആതിരയും മീരടുത്തിയും കൂടി അവന്തികയ്ക്കെതിരെയുള്ള മീരടുത്തിയുടെ സംസാരത്തിൽ അവന്തിക ശരിക്കും ചൂളി നിൽക്കുകയാണെന്ന് അറിഞ്ഞതോടെ മീരയും അവന്തികയുടെ വാക്കിന് കൃത്യമായി ഉരുളക്കുപ്പേരി എന്നതുപോലെ മറുപടി നൽകിയതിന്റെ സന്തോഷത്തിൽ അർച്ചനയും ആതിരയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. അപ്പോഴേക്കും കമലെടുത്തി പറഞ്ഞു, അതെ, ഇനിയും ഇക്കാര്യത്തിൽ ആരും വിഷമമൊന്നും വിചാരിക്കണ്ട, ഞങ്ങൾക്ക് അതിൽ യാതൊരു എതിരഭിപ്രായവും ഇല്ല എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് സേതുവേട്ട, അതോർത്ത് സേതുവേട്ടൻ വിഷമിക്കണ്ട എന്ന് കമലെടുത്തിയും സേതുമാധവനോട് അറിയിച്ചു. അതിനുശേഷം ദയാനന്ദ മാഷ് പറഞ്ഞു, അതെ, ഇനി അധിക നേരം വൈകിക്കണ്ട, നമ്മള് ഇവിടെ ഒരു മംഗളകരമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയതല്ലേ, അതിനായി ഇറങ്ങുമ്പോ കണ്ണീര് വേണ്ട, അതുകൊണ്ട് നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് ദയാനന്ദ മാഷ് എല്ലാവരോടും യാത്ര പറഞ്ഞ് എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് അറിയിച്ചു. അപ്പോഴേക്കും അനൂപ് പറഞ്ഞു, അച്ഛാ എന്നാ ഇനി വൈകിക്കണ്ട, നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് അനൂപും അച്ഛനമ്മമാരെ വിളിച്ചുകൊണ്ട് ആവണി മോളെയും കൂട്ടി അവിടുന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നു. അവരെ യാത്ര അയക്കാനായി നെല്ലിശ്ശേരിയിലുള്ളവരെല്ലാവരും പുറത്തേക്ക് പോയ ആ സമയത്ത് അർച്ചന മാത്രം അവിടെ നിൽക്കുന്നത് കണ്ട് അവന്തിക അർച്ചനയോട് പറഞ്ഞു, അതെ, അങ്ങനെ ആതിര ഇവിടെ നിന്ന് പോയാലോ, അങ്ങനെ പോയി കഴിഞ്ഞാൽ അവള് സുഖമായി പ്രസവിക്കല്ലേ, അവൾ പ്രസവിക്കാൻ പാടില്ല, അതിന് അവൾ ഇവിടെ തന്നെ ഉണ്ടാകണം, അതാ ഞാൻ അവൾ പോകണ്ട എന്ന് പറഞ്ഞത് എന്ന് അവന്തിക അർച്ചനയെ വെല്ലുവിളിക്കുമ്പോ അർച്ചന പറഞ്ഞു, ആതിര അതിനെ പ്രസവിക്കില്ലെന്ന് ആരാ പറഞ്ഞത്, ആതിര പ്രസവിക്കുക തന്നെ ചെയ്യും, അതും നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ, അതുകൊണ്ടാണ് ഞാനും അതിനെ സപ്പോർട്ട് ചെയ്തത്, നിങ്ങളുടെ മുന്നിൽ ഈ വീട്ടിൽ തന്നെ ആതിര ഉണ്ടാവണമെന്ന ആഗ്രഹം ഞാനും പറഞ്ഞത് എന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് പോകുമ്പോ അവന്തിക തന്റെ മനസ്സിലെ ആ ഗൂഢലക്ഷ്യത്തെ കുറിച്ച് ആലോചിക്കുന്നു. അന്ന് രാത്രിയിൽ സേതുമാധവന്റെ റൂമിലേക്ക് അവന്തിക എത്തുന്നു. അവിടെ അപ്രതീക്ഷിതമായി സ്നേഹ സേതുമാധവന്റെ കൂടെ ഇരിക്കുന്നത് കണ്ട് ഞെട്ടലോടെ അവന്തിക അരികിൽ വന്ന് ചോദിച്ചു, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഉടനെ സേതുമാധവൻ പറഞ്ഞു, അതെ, അവള് കുറച്ചു നേരമായിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞപ്പോ അവന്തി ചോദിച്ചു, അല്ല, നിനക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലേ എന്ന് ചോദിച്ചിട്ടും അച്ഛനെ ശല്യപ്പെടുത്തുകയാണോ നീ ഇവിടെ വന്ന് എന്ന് സ്നേഹയോട് ചോദിച്ചപ്പോ സേതുമാധവൻ പറഞ്ഞു, അവള് ഒരു ശല്യവും ചെയ്യുന്നില്ലല്ലോ, അവളിവിടെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, എന്തായാലും ഇന്നത്തെ ഈ ചടങ്ങ് വളരെ ഗംഭീരമായി, ഇന്ന് ആതിരയ്ക്ക് 7ാം മാസത്തിലെ സീമന്ത ചടങ്ങ് നടത്തിയല്ലോ, അതുപോലെ തന്നെ അവന്തിയെ മോളുടെയും 7ാം മാസത്തിലെ സീമന്ത ചടങ്ങ് ഇതുപോലെ തന്നെ ഗംഭീരമാക്കണം നമുക്ക്, അവരെല്ലാവരും വന്ന് ആതിര ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്ന് പറഞ്ഞപ്പോ എന്തോ എനിക്ക് മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നി, അതുകൊണ്ടാണ് ഞാൻ അവളെ കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞത് എന്ന് സേതുമാധവൻ അവന്തികയോട് അറിയിച്ചു. അത് കേട്ടതും അവന്തിക പറഞ്ഞു, അച്ഛാ, 7ാം മാസത്തിൽ ആതിരയെ കൊണ്ടുപോകാനായി വന്നതുപോലെ എന്നെ കൊണ്ടുപോകാനായി വരാൻ ആരും ഇല്ലല്ലോ അച്ഛാ, അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങും പോകത്തുമില്ല, ഞാൻ ഇവിടെ തന്നെ എപ്പോഴും കാണുകയും ചെയ്യും എന്ന് അവന്തിക സേതുമാധവനോട് വിഷമത്തോടെ അറിയിച്ചു. അപ്പോഴേക്കും സേതുമാധവൻ പറഞ്ഞു, എങ്കിലും ചടങ്ങിനിടയിൽ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു, അവരോട് ഇപ്പോഴും അവന്തികയ്ക്ക് അവരോട് എന്തോ ഒരു അകൽച്ചയുള്ളത് പോലെ അല്ലെ, അനൂപിനോടും ദയാനന്ദ മാഷിനോടും കമലയോടും ഒക്കെ ഒരു അകൽച്ച കാട്ടിയതുപോലെ, അവരൊക്കെ സാധുക്കളാണ്, പാവങ്ങളാണ്, അവര് മനസ്സിലൊന്നും വെച്ചുകൊണ്ടിരിക്കാത്തവരാണ്, ഇത്രയേറെയൊക്കെ ദ്രോഹങ്ങൾ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ചതി അവരോട് കാട്ടാൻ ശ്രമിച്ചിട്ടും അവർക്കെതിരെ ഇങ്ങനെയൊക്കെ ഒരു പ്രവൃത്തി ചെയ്തിട്ടും എന്നോട് അവർക്ക് യാതൊരു വിരോധമോ വെറുപ്പോ ഇല്ലല്ലോ, അവര് അതെല്ലാം ക്ഷമിക്കാനും തയ്യാറായില്ലേ, അതൊക്കെ അവരുടെ വലിയ മനസ്സുകൊണ്ടാണ് എന്ന് സേതുമാധവൻ അവന്തികയോട് പറഞ്ഞു. ഈ സമയത്ത് അവന്തിക ആലോചിച്ചത് ഈ സ്നേഹ എങ്ങനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കും എന്നതായിരുന്നു. ഉടനെ അവന്തികയോട് സേതുമാധവൻ ചോദിച്ചു, അല്ല, മോളെന്തിനാ വന്നത് എന്ന് അന്വേഷിച്ചപ്പോ അവന്തിക പറഞ്ഞു, ഞാൻ അച്ഛന് ഇൻസുലിൻ എടുക്കാൻ വന്നതാ. അപ്പോഴേക്കും സേതുമാധവൻ പറഞ്ഞു, അതിന് എനിക്ക് ഇൻസുലിൻ അർച്ചന എടുത്തോളുമായിരുന്നല്ലോ, മോളതിന് ബുദ്ധിമുട്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോ അവന്തിക പറഞ്ഞു, അച്ഛാ, അർച്ചന വരുന്നതിന് മുമ്പ് ഞാനല്ലേ അച്ഛൻ എടുത്തുകൊണ്ടിരുന്നത്, അത് സാരമൊന്നുമില്ല, എനിക്ക് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യവുമല്ല എന്ന് അവന്തിക സേതുമാധവനോട് മറുപടി നൽകി. പിന്നെ അനൂപിന്റെയും മറ്റുള്ളവരുടെയും കാര്യം, ഞാൻ എന്റെ മനസ്സിലുള്ളത്, എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ അങ്ങ് ഉറക്കെ വിളിച്ചു പറയും, അത് ആരോടെങ്കിലും വിരോധം ഉണ്ടായിട്ടോ ആരോടെങ്കിലും ദേഷ്യമുണ്ടായിട്ടോ ഒന്നുമല്ല, ഞാൻ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ അങ്ങ് പറഞ്ഞുപോയി, അത്രമാത്രം എന്ന് സേതുമാധവനോട് അവന്തിക അറിയിച്ചു. അവന്തികയുടെ വാക്കുകൾ കേട്ട സേതുമാധവൻ പറഞ്ഞു, എന്തായാലും മോളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, അവര് തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലാത്ത സാധുക്കളാണ്, അവരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഒരു തെറ്റും ഉണ്ടാവാനും പോകുന്നില്ല, അതുകൊണ്ട് മോള് വെറുതെ അവരെ തെറ്റിദ്ധരിക്കരുത്, അവരെ അകറ്റി നിർത്താൻ ശ്രമിക്കരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് സേതുമാധവൻ അവന്തികയോട് അറിയിച്ചു.
അവന്തിക അതെല്ലാം കേട്ടതിന് ശേഷം സേതുമാധവനോട് പറഞ്ഞു, ഇല്ലച്ചാ, നിന്റെ മനസ്സിൽ അങ്ങനെ ഒന്നും ഇരിക്കത്തില്ലാത്തത് കൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോയതാ, അല്ലാതെ വേറൊന്നും മനഃപൂർവ്വം മനസ്സിൽ കരുതിയിട്ടൊന്നും ഞാൻ പറയുന്നതല്ല എന്ന് അവന്തിക സേതുമാധവനോട് അറിയിച്ചു. അപ്പോഴേക്കും സേതുമാധവന് എടുക്കാനുള്ള ഇൻസുലിൻ ആ സിറിഞ്ചിൽ എടുത്തുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അവന്തികയോട് സേതുമാധവൻ അറിയിച്ചു, അതെ, എനിക്ക് ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്റെ മക്കളുടെ എല്ലാവരുടെയും കുഞ്ഞുങ്ങളെ എനിക്കൊന്ന് കാണണം. എന്റെ പേരക്കുട്ടികളെ എല്ലാം കണ്ടിട്ട് വേണം എനിക്ക് കണ്ണടയ്ക്കാൻ. ഇനിയുള്ളത് സച്ചിയുടെയും ദാ ഇരിക്കുന്ന ഇവളുടെയും കുഞ്ഞിന്റെ സ്നേഹമോളുടെയും കുഞ്ഞിന്റെ കാര്യം മാത്രമാണ് എന്നറിയിച്ചപ്പോ സ്നേഹ പറഞ്ഞു, അച്ഛൻ അങ്ങനെയൊന്നും പോയില്ലോ. ഒരു 100 വയസ്സ് വരെ അച്ഛൻ ഞങ്ങൾക്കൊപ്പം ഉണ്ടാവും. അച്ഛൻ അതോർത്ത് വിഷമിക്കേണ്ട എന്ന് സ്നേഹ പറയുമ്പോ സേതുമാധവൻ പറഞ്ഞു, 100 വയസ്സ് വരെയൊന്നും ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അങ്ങേയറ്റം എന്റെ മക്കളുടെ എല്ലാവരുടെയും കുഞ്ഞുങ്ങളെ ഒന്ന് കാണണം, അത്ര മാത്രമേ ഉള്ളൂ, അത്രേ ആഗ്രഹം എനിക്കുള്ളൂ എന്ന് സേതുമാധവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവന്തിക ആ ഇൻസുലിൻ എടുക്കാനായി അങ്ങനെ നിൽക്കുകയും എങ്ങനെയെങ്കിലും സ്നേഹയൊന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ അവളെ എങ്ങനെ പറഞ്ഞയക്കും എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ച് അവന്തിക നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് വാതിക്കലേക്ക് മീരടത്തി എത്തിയത്. മീരടത്തി വന്ന് സ്നേഹയെ വിളിച്ചു, മോളെ സ്നേഹേ, നീങ്ങി വന്നേ, നിന്നെ കൊണ്ടൊരാവശ്യമുണ്ട് എന്ന് പറഞ്ഞു മീരയെടുത്തി അവന്തിക ആഗ്രഹിച്ചതുപോലെ അവിടുന്ന് പെട്ടെന്ന് സ്നേഹയെ വിളിച്ചുകൊണ്ട് പോന്നു. അവന്തികയ്ക്ക് താൻ ആഗ്രഹിച്ച കാര്യം മീര വഴിയാണെങ്കിലും സാധ്യമായതിന്റെ സന്തോഷമായിരുന്നു അവന്തികയുടെ മുഖത്ത്. ഉടനെ തന്നെ അവന്തിക വേഗം സേതുമാധവന് ആ ഇൻസുലിൻ എടുക്കുന്നു. സേതുമാധവൻ ഇൻസുലിൻ എടുത്തതിന് ശേഷം അവന്തിക വളരെ സന്തോഷപൂർവ്വം പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് അവന്തിക നേരത്തെ പറഞ്ഞ് ഉറപ്പിച്ചു വെച്ചിരുന്നത് പോലെ ആ നെല്ലിശ്ശേരിയുടെ ഗേറ്റ് കടന്ന് ഒരു ഗുണ്ട അകത്തേക്ക് കയറി വരുന്നു. അങ്ങനെ ആ ഒരു ഗുണ്ട അകത്തേക്ക് വന്നതും അവന്തിക കൃത്യമായി അയാളോട് വരാൻ പറഞ്ഞ സൈഡിലേക്ക് തന്നെ അവന്തികയും വേഗം നിർത്തുന്നു. അവന്തിക അവരോട് പറഞ്ഞു, ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, സ്റ്റെയർ കയറി മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ വലതുവശത്താണ് ആതിരയുടെ റൂം. കാര്യം ഇന്ന് ശരിക്കും നടന്നിരിക്കണം. അവളുടെ കുഞ്ഞ് മരിച്ചു എന്ന്, അവൾക്ക് അബോർഷനായെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ നീ അവിടെ നിന്ന് പോകാവുള്ളൂ. ഇനി അവൾ മരിച്ചാലും പ്രശ്നമൊന്നും തന്നെയില്ല. അത് കേട്ട ഉടനെ അയാൾ ചോദിച്ചു, അയ്യോ മാഡം, ഇവിടെയെല്ലാം CCTV ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ എങ്ങനെയാ എന്ന് ചോദിച്ചപ്പോ അവന്തിയെ പറഞ്ഞു, അതൊന്നും ഓർത്ത് പേടിക്കണ്ട, ഞാൻ CCTV ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കേട്ട ഉടനെ തന്നെ അയാൾ പറഞ്ഞു, എന്നാലും ബാക്കി കാര്യമൊക്കെ ഞാൻ ഏറ്റു, പക്ഷെ ഇവിടെ വേറെ ആളുകളുണ്ടല്ലോ, ആണുങ്ങളൊക്കെ ഇല്ലേ, അപ്പൊ എന്താ മേഡം ചെയ്യുക എന്ന് ചോദിച്ചപ്പോ അവന്തിയ പറഞ്ഞു, അതൊന്നും ഓർത്ത് താൻ ടെൻഷൻ ആവേണ്ടതില്ല. കാരണം അവരൊക്കെ അല്പസമയത്തിനുള്ളിൽ ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകും. കുറച്ച് കഴിയുമ്പോൾ അവിടുന്ന് ഒരു നിലവിളിയും ബഹളവും ഒക്കെ കേൾക്കാം. പിന്നെ അവിടെയുള്ള എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോകും. പിന്നെ ഇവിടെയുള്ളത് കുറച്ച് സ്ത്രീകൾ മാത്രമായിരിക്കും. ഞാനും അനഘയും എന്തായാലും തന്നെ ഉപദ്രവിക്കാനായി വരില്ല, തന്നെ എതിർക്കാനും വരില്ല. പിന്നെ ഉള്ളവരെ എന്ത് ചെയ്യണമെന്ന് താൻ തന്നെ തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞതും ശരി മേഡം, എന്നാൽ ഞാൻ എല്ലാം റെഡിയാക്കിക്കോളാം എന്ന് പറഞ്ഞ് അയാൾ അങ്ങനെ നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് അകത്ത് നിന്ന് ഒരു നിലവിളി കേട്ടു. അയ്യോ അച്ഛാ, അച്ഛാ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ എന്ന് പറഞ്ഞ് ആകെ ഒരു ബഹളം അകത്ത് നിന്ന് കേട്ടു. അത് കേട്ടതും അവധി അങ്ങ് പുഞ്ചിരിച്ചു. ഞാൻ അതിനു വേണ്ടിയുള്ള വഴിയൊക്കെ റെഡിയാക്കിയിരുന്നു എന്ന് പറഞ്ഞ് ആ പാട ഗുണ്ടയോട് അകത്തേക്ക് പോയിക്കോളാനെ അറിയിച്ചു. അങ്ങനെ അവിടെയുള്ളവരെല്ലാവരും ആകെ പരിഭ്രമത്തിലായി എന്ന് മനസ്സിലാക്കിയതോടെ അയാൾ വേഗം അകത്തേക്ക് കയറാനായി ആ സ്റ്റെയറിനരികിലേക്ക് ഓടിപ്പോന്നു. ഈ സമയത്ത് സേതുമാധവനെ സച്ചിയും നന്ദനും സന്ദീപും ചേർന്ന് വാരിയെടുത്ത് നേരെ അവിടുത്തെ കാറിനരികിലേക്ക് എത്തിക്കുകയാണ്. സേതുമാധവൻ എന്തോ സംഭവിച്ചു എന്ന് എല്ലാവർക്കും മനസ്സിലായി. എന്താ പറ്റിയതെന്ന് എല്ലാവരും ആശങ്കയോടെ ചോദിക്കുമ്പോൾ അർച്ചനയും മറ്റെല്ലാവരും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. സ്നേഹയും എല്ലാവരും കൂടി അവിടേക്ക് വന്നതും അർച്ചന കാറിൽ കയറാനായി ഒരുങ്ങുമ്പോൾ സ്നേഹയും മറ്റുമൊക്കെ ആകെ ടെൻഷനിലായി. പെട്ടെന്ന് സന്ദീപ് മാത്രം മാറി നിൽക്കുന്നത് കണ്ട് അവന്തിക പറഞ്ഞു, സന്ദീപേ, എടാ നീ കൂടി ചെല്ല്, അച്ഛൻ എന്താ പറ്റിയെന്ന് എനിക്ക് അറിയില്ല, നീ കൂടെ ചെല്ല് എന്ന്, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല എന്നെല്ലാം അവന്തിക വല്ലാത്തൊരു അഭിനയം കാഴ്ചവെച്ചു. അവസാനം സന്ദീപും കാറിൽ കയറി അവിടെ നിന്ന് പോന്നു. പിന്നീട് അവിടെ സ്നേഹയും അർച്ചനയും അവന്തികയും മീരയെടുത്തിയും അനഘയും മാത്രമായി. ആ വീട്ടിലുള്ള സ്ത്രീജനങ്ങൾ മാത്രം അവിടെ നിന്ന് ബാക്കിയുള്ള എല്ലാവരും ആ കാറിൽ കയറി പോകുന്നു. അതിനുശേഷം അർച്ചനയും സ്നേഹയും ഒപ്പം ആതിരയും അകത്തേക്ക് കയറി. മീരയെടുത്തിയും ആകെ വിഷമത്തോടെ അകത്തേക്ക് കയറിപ്പോയിരുന്നു. ഈ സമയത്ത് അർച്ചനയും അവരോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് പോയതുകൊണ്ട് മീരയെടുത്തിയും ആതിരയും പിന്നീട് സ്നേഹയും മാത്രം വീട്ടിൽ ബാക്കിയായതിന്റെ ആ ഒരു ആശ്വാസത്തിൽ അവന്തിക അങ്ങനെ വാതിക്കൽ നോക്കി വെക്കുമ്പോൾ അനഘ അപ്പുറത്തേക്ക് മാറി ആകെ ടെൻഷനോടെ നിന്നു. ഉടനെ അനഘയുടെ മുഖഭാവം കണ്ട് അവന്തിക ചോദിച്ചു, എന്താ നിനക്ക് വല്ലാത്തൊരു വിഷമമുള്ളത് പോലെ? ഉടനെ അനഘ പറഞ്ഞു, ഇതോടെയെങ്കിലും അയാളുടെ കാറ്റ് പോയിരുന്നെങ്കിൽ ഒരാശ്വാസമായനെ. അത് കേട്ട അവന്തിക പറഞ്ഞു, കാറ്റൊന്നും പോവില്ല, കാരണം അതിനുള്ള പണി ഞാനല്ലേ ഒപ്പിച്ചത്.
ഒരല്പം ഓവർഡോസായി ഇൻസുലിൻ കൊടുത്തതേ ഉള്ളൂ. ഇനി പെട്ടെന്ന് അവർ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ അയാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. ബാക്കിയൊക്കെ അയാളുടെ ഭാഗ്യം പോലെ എന്ന് അവന്തിക അറിയിച്ചു. അത് കേട്ട അനഘ പറഞ്ഞു, ചേച്ചിയോ? അല്ല, ചേച്ചി എന്തിനാ അതൊക്കെ ചെയ്തത്? ആതിരയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് എന്ന് ചോദിച്ചതും അവന്തിക പറഞ്ഞു, അതിനൊന്നൊരു തീരുമാനം ആവുമല്ലോ, നീ നോക്കിക്കോ. കാണാൻ പോകുന്ന പൂരം ഞാൻ എന്തിനാ പറഞ്ഞറിയിക്കുന്നത്? നീ കണ്ടോ, നിന്നെ നേരിട്ട് കാണിച്ചു തരാം, നീ കൂടെ വാ എന്ന് പറയുമ്പോ ആതിര പതുക്കെ സ്റ്റെയർ കയറി മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഈ സമയത്ത് പിന്നാലെ അവന്തികയും അനഘയും കൂടി അർച്ചനയുടെ റൂമിനരികിലേക്ക് എത്തി. ആതിര നേരെ തന്റെ റൂമിലേക്ക് പോകുമ്പോ അർച്ചനയുടെ റൂമിലേക്ക് അർച്ചന അവിടെ ഇല്ലാത്തതിന്റെ ആ ഒരു സന്തോഷത്തിൽ അനഘയും അവന്തികയും അർച്ചനയുടെ റൂമിലേക്ക് പതുക്കെ കയറുന്നു. ഈ സമയത്ത് റൂമിലേക്ക് കയറി ചെന്ന ആതിര അകത്ത് എന്തോ ഒരു ശബ്ദം കേട്ടതുപോലെ ആതിരയ്ക്ക് തോന്നി. കുടിക്കാനായി ജഗ് കയ്യിലേക്ക് എടുത്തതും അവിടെ ആ കർട്ടന് പിന്നിൽ ആരോ മറഞ്ഞിരിക്കുന്നത് ആതിര കാണാനിടയാകുന്നു. ആ സമയത്ത് അവന്തിക പറഞ്ഞയച്ച കൊലയാളി ആ ജനലിനരികിലുള്ള കർട്ടന് പിന്നിലേക്ക് കയറി ഒളിച്ചിരുന്നു. ഈ സമയത്ത് കൃത്യമായി മനസ്സിലാക്കിയ ആതിര ഭയത്തോടെ അയാളെ ആരോ ആ റൂമിലുണ്ട് എന്ന് ഉറപ്പായതോടെ ആതിര എന്ത് ചെയ്യുമെന്നോർത്ത് ആശങ്കപ്പെടുമ്പോൾ അവന്തികയും അനഘയും അകത്തു നിന്ന് ആതിരയുടെ നിലവിളി കേൾക്കാനായി ആതിരയുടെ കുഞ്ഞിന്റെ മരണവാർത്ത അറിയുവാനുമായി കാതോർത്ത് അർച്ചനയുടെ റൂമിൽ തന്നെ കാത്തു നിൽക്കുന്നു.